അൻസു ടോക്കീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ ഹരികുമാർ ഗോവിന്ദൻ. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ ഇന്ന് എന്ത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം ചിലപ്പോൾ സിനിമ, ചിലപ്പോൾ രാഷ്ട്രീയം, ചിലപ്പോൾ വേടൻ, അങ്ങനെ പലതും കടന്നു വരാറുണ്ട് അല്ലേ. വളരെ യാദൃശ്ചികമായ ഒരു സംഭവമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു മരണം, നെഞ്ചുവേദന വന്ന് മരണപ്പെടുന്നു. ചിലർ ജോലിസ്ഥലത്ത് വെച്ച് മരിക്കുന്നു, ചിലർ യാത്ര ചെയ്യുമ്പോൾ മരിക്കുന്നു, ചിലർ ബാത്റൂമിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ബെഡ്റൂമിൽ വെച്ച് അവർ മരണപ്പെടുന്നു. പക്ഷേ എന്തായിരിക്കാം ഇതിൻ്റെ കാരണം? എത്രയാണ് ഇവരുടെ പ്രായം? എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? യാതൊരുവിധ മെഡിക്കൽ പരിശോധനകളും ഇതിനെ സംബന്ധിച്ച് പഠനങ്ങളും ഇതുവരെ ഉണ്ടായിട്ടേയില്ല. അപ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് എൻ്റെ ശ്രദ്ധ പോയത്. അതെന്താണെന്നല്ലേ, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ പേജസ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പല പരസ്യങ്ങളും കടന്നു വരാറുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇത്തരത്തിൽ കടന്നു വരുന്ന പരസ്യങ്ങളിൽ പലതും വാസ്തവത്തിന് വിപരീതമായിട്ടുള്ള പരസ്യങ്ങളായിരിക്കും എന്നുള്ളതാണ് വളരെ പച്ചയായ യാഥാർത്ഥ്യം. ചിലത് നമ്മളുടെ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ, ചിലത് നമുക്ക് ഷുഗർ കുറയ്ക്കാൻ, ചിലർക്ക് ഈ കൊളസ്ട്രോളിൻ്റെ പോരായ്മ ഇല്ലാതാക്കാൻ, ചിലർക്ക് വയറ് കുറയ്ക്കാൻ, അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ നേരിടുന്നവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആരോഗ്യ വകുപ്പിൻ്റെ യാതൊരുവിധ അംഗീകാരവുമില്ലാത്ത, യാതൊരു മെഡിക്കൽ ബോർഡും അംഗീകരിച്ചിട്ടില്ലാത്ത ചില മരുന്നുകൾ പലരും ഉപയോഗിക്കുന്നുണ്ട്. ഞാനപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഇതിൽ ചിലതെങ്കിലും വളരെ അപകടകാരികളാണ്. ഈ അപകടകാരികളായ മരുന്നുകളിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സംഗതിയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളുടെ പല രീതിയിലുള്ള നമ്മുടെ ആരോഗ്യ സംബന്ധിയായ വിവരങ്ങളും പല സ്ഥലത്തു നിന്നും ചോർത്തപ്പെടുന്നുണ്ട്. മെഡിക്കൽ ഡാറ്റാസ് ചോർത്തപ്പെടുന്നുണ്ട്. ഈ മെഡിക്കൽ ഡാറ്റാസ് ചോർത്തപ്പെടുന്നതിൻ്റെ ഫലമായി ഇത്തരം മെഡിസിൻസ് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകരിലേക്ക് നമ്മുടെ മേൽവിലാസം ചെന്നെത്തുകയാണ്. അതിലേക്ക് ബൾക്കായി അവർ പരസ്യം മെസ്സേജസ് ആയിട്ട് അയച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഇൻസ്റ്റ ഓപ്പൺ ചെയ്താൽ, അതല്ലെങ്കിൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താൽ, അതല്ലെങ്കിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ, അല്ലെങ്കിൽ എന്തിനധികം ഒരു ഫ്ലാഷ് മെസ്സേജായി പോലും നമുക്ക് ഈ മെസ്സേജസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഈ പരസ്യങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത്, ഈ നമുക്കറിയാം ഡയബറ്റിക് പേഷ്യൻസിൽ പലർക്കും ലൈംഗിക ഉത്തേജനക്കുറവ് ഉണ്ടാകാറുണ്ട്. പലരും ഈ ഒരു പ്രശ്നം നേരിടുന്ന ആൾക്കാരാണ്, പുരുഷന്മാരിൽ, സ്ത്രീകളിലല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, എൻ്റെ പരിചയത്തിൽ മരണപ്പെട്ട ആൾക്കാരിൽ പലരും 37 വയസ്സ് മുതൽ 52-53 വയസ്സ് വരെയുള്ളവർ മരണപ്പെട്ടിട്ടുണ്ട്. ഇവരിത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഉപയോഗിക്കുന്നുണ്ടാവാം, ഇല്ലായിരിക്കാം. കാരണം ഈ മരുന്ന് നൽകുന്ന കമ്പനികൾ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങളിത് കഴിച്ചു കഴിഞ്ഞാൽ 1 ലിറ്ററെങ്കിലും വെള്ളം ഉടനെ കുടിക്കണം. ഹൃദ്രോഗികളായ ആൾക്കാർ ഇത് കഴിക്കരുത്. ഏതെങ്കിലും രീതിയിലുള്ള ഹൃദയ സംബന്ധിയായ അസുഖങ്ങളോ സർജറിയോ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് കഴിക്കാൻ പാടില്ല. ഇങ്ങനെ ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടാണ് ഇവർ ഈ മരുന്ന് ജനങ്ങളിലേക്ക്, തങ്ങളുടെ പേഷ്യൻസിലേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് ഈ മെഡിസിൻസ് എത്തിക്കുന്നത്. ഈ മെഡിസിൻസ് വാങ്ങി ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ടാകാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുന്നതെന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ആ സംശയം ഏകദേശം ബലപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം.
വളരെ സൂക്ഷിക്കേണ്ട, വളരെ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണിത്. സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ശ്രദ്ധ വളരെ പെട്ടെന്ന് തന്നെ പതിയേണ്ട ഒരു വിഷയമാകയാലാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ എത്തേണ്ട ഇടങ്ങളിൽ എത്തിച്ചേരും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റാരുടെയും വ്യക്തിപരമായ ദോഷത്തിനോ മറ്റാരെയും തകർക്കാനോ ഒന്നും ഉദ്ദേശിച്ചല്ല. നമ്മളോടൊപ്പം നമ്മളുടെ മക്കളുടെ അച്ഛനായി, അല്ലെങ്കിൽ സഹോദരനായി, അല്ലെങ്കിൽ ഏട്ടനായി ഒക്കെ, നമ്മുടെ സുഹൃത്തായി ഒക്കെ നമുക്കൊപ്പം സന്തോഷത്തോടു കൂടി ഈ സമൂഹത്തിൽ നമുക്കൊപ്പം ജീവിക്കേണ്ട നമ്മുടെ ശക്തിയായിട്ടുള്ള പലരും അകാലത്തിൽ നമ്മളെ വിട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന, നമ്മുടെ മനസ്സിനുണ്ടാകുന്ന വേദന അത് പറഞ്ഞറിയിക്കാനോ ആവാത്ത ഒന്നാണ്. ആ വേദനയിൽ നിന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സത്യം ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായും ഇത്തരത്തിൽ ഈ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന പരസ്യങ്ങൾ കണ്ടുകൊണ്ട് യാതൊരു തരത്തിലുള്ള മരുന്നുകളും നമ്മൾ വാങ്ങി നമ്മുടെ ശരീരത്തിൽ പരീക്ഷിക്കരുത്. അത് വളരെ അത്യന്തം അപകടകരമായ ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് ബലമായ ചില സംശയങ്ങൾ ചിലരുടെ മരണവുമായി ബന്ധപ്പെട്ട് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു കാരണവശാലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയോ സോഷ്യൽ മീഡിയയിൽ വരുന്ന പരസ്യങ്ങൾ കണ്ടുകൊണ്ടോ ഒരു മരുന്നും നമ്മൾ നമ്മുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യരുത്, നമ്മൾ വാങ്ങി ഉപയോഗിക്കരുത്. അതിൻ്റെയൊക്കെ ഫലം തീർച്ചയായിട്ടും ഒന്നുകിൽ നമുക്ക് നമ്മുടെ ജീവൻ നഷ്ടപ്പെടാം, അതുവഴി പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ വേർപാട് താങ്ങാനാവാത്ത ഒരു വേദനയായി മാറിയേക്കാം. അത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം.